തിരുവനന്തപുരത്തെ ബൈക്ക് യാത്രികരായ യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വോൾവോ കാർ സിനിമാ താരത്തിൻ്റേതെന്ന് സംശയിക്കുന്നതായി പോലീസ്. വിശദമായ അന്വേഷണത്തിന് ശേഷമേ സ്ഥിരീകരണം നൽകാൻ സാധിക്കൂ എന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വടുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുൻപിൽ വച്ചാണ് അമിത വേഗത്തിലെത്തിയ കാർ ഇരുചക്രവാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഒരു നിർത്താതെ പോയ കാർ സിനിമാ താരത്തിൻ്റെതെന്ന സംശയം എത്രത്തോളം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്? പോലീസ് നൽകുന്നൊരു വ്യക്തതയും എന്താണ്? പോലീസിന്റെ അന്വേഷണവും എങ്ങനെ പുരോഗമിക്കുന്നു? രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അമിത വേഗതയിലെത്തിയ വോൾവോ കാറാണ് ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇതൊരു സിനിമാ താരത്തിന്റെ കാറാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അറിയാൻ സാധിക്കൂ എന്നാണ് മ്യൂസിയം പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നിഗമനമുണ്ട്, ഇതൊരു താരത്തിന്റെ കാറാണ് എന്നൊരു നിഗമനമുണ്ട്. എന്നാൽ അത് താരമല്ല, മറ്റാരോ ഡ്രൈവറാണ് കാർ ഓടിച്ചത് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ വ്യക്തമായ വിവരങ്ങളല്ല. കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കൂ. ഒപ്പം ഈ യുവാക്കളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? 2 യുവാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിവേദ് കൃഷ്ണ, അതുപോലെ സൂരജ് എന്ന് പറയുന്ന 2 പേരാണ് പരിക്കേറ്റി. ഇവരുടെ പരിക്ക് സാരമായ പരിക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൂരജ് ശ്രീകണ്ഠേശ്വരം സ്വദേശി ഫോർട്ട് എസ് പി ഫോർട്ട് ആശുപത്രിയിലാണ് സൂരജിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിവേദ് കൃഷ്ണയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. വളരെ കാര്യമായ പരിക്കുകൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ പി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.